ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ടിപ്പോൾ ഞാനിവിടെ 4 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ചെറിയുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ക്യാരറ്റിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ വേവിക്കുമ്പം ഓവർ കുക്കാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. കറക്റ്റ് 2 മിനിറ്റ് മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞു. ടോട്ടൽ 4 മിനിറ്റ്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവങ്ങ് വല്ലാണ്ട് കൂടി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തീരെ കുറയാനും പാടില്ല. അത്യാവശ്യം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.